ചെറുതുരുത്തി പൈങ്കുളം ശ്മശാനക്കടവിൽ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 4-അംഗ കുടുംബം മുങ്ങിമരിച്ചു. അപകടം പുഴയിൽ വീണ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ. റഷ്യയിൽ യുവാക്കളെ ജോലിക്ക് കൊണ്ടുപോയ ഏജന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. ഇരുവരെയും ചതിച്ച് കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചതാണെന്ന് പരിക്കേറ്റ് ചികിത്സയിലുള്ള ജയിന്റെ പിതാവ്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ടീ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ പല്ലിയെ കണ്ടെത്തി. ബബിൾ ടീ എന്ന ഷോപ്പിലെ സമൂസയിലാണ് പല്ലിയെ കണ്ടെത്തിയത്. ചാവക്കാട് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിൽ അകപ്പെട്ട വഞ്ചി ശക്തമായ കാറ്റിൽ ഒഴുക്കിൽപ്പെട്ടു. വഞ്ചിയും മത്സ്യബന്ധന തൊഴിലാളികളെയും തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി തൂണുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. RV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന സഹോദരന്റെ വാക്കുകളെയാണ് താൻ അന്വർത്ഥമാക്കുന്നതെന്ന് RLV രാമകൃഷ്ണൻ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഭാരതപ്പുഴയിൽ 4-അംഗ കുടുംബം മുങ്ങിമരിച്ചു. ചെറുതുരുത്തി ഓടയ്ക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, മകൾ സെറ, സഹോദരിയുടെ മകൻ, ചേലക്കര സ്വദേശി ആന്ത്രോത്ത് വീട്ടിൽ ജാഫർ, മകൻ ഫുവാദ് എന്നിവരാണ് മരിച്ചത്. ചെറുതുരുത്തി പൈങ്കുളം ശ്മശാനക്കടവിന് സമീപമാണ് അപകടമുണ്ടായത്. തീരത്ത് കളിക്കുന്നതിനിടെ കുട്ടികൾ പുഴയിൽ വീഴുകയായിരുന്നു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കബീറും ഷാഹിനയും അപകടത്തിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ ഷാഹിനയെ ആദ്യം പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏറെ നേരത്തെ തിരച്ചിലിലാണ് ഫുവാദിന്റെയും കബീറിന്റെയും സെറയുടെയും മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച പീച്ചി ഡാമിന്റെ റിസർവോയറിൽ വീണ് 3 വിദ്യാർത്ഥികൾ മരിച്ചതിന് പിന്നാലെ ചെറുതുരുത്തി ദുരന്തമുണ്ടായത് ജില്ലയെ ഞെട്ടിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുജിത്ത് ചേരുകയാണ്. സുജിത്ത്, വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരാഴ്ചയായി തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടിട്ട് 4-അംഗ കുടുംബം, 4 പേരടങ്ങുന്ന കുടുംബം മരിച്ചിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? പ്രിയ, നാടിനെയാകെ ദുഃഖത്തിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഈ സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭാരതപ്പുഴയിൽ പൈങ്കുളം ശ്മശാനക്കടവിൽ 4 പേരടങ്ങുന്ന കുടുംബത്തിലെ 4 പേരടങ്ങുന്നവരാണ് ഇന്ന് മരണപ്പെട്ടത്. സത്യത്തിൽ നാടാകെ വിറങ്ങലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഒഴുക്കിലും അതുപോലെ തന്നെ വെള്ളത്തിലും അകപ്പെട്ട് കുടുംബത്തിലടക്കമുള്ളവർ നിരവധിയായി മരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചെറുതുരുത്തി ശ്മശാനക്കടവിൽ ഭാരതപ്പുഴയിൽ ഒരു കുടുംബത്തിലെ 4 പേർ പുഴയിൽ അകപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരാണ്. ചെറുതുരുത്തി സ്വദേശി ഓടയ്ക്കൽ വീട്ടിൽ കബീറും അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിന, അതുപോലെ തന്നെ മകൾ സെറ എന്നിവരാണ് മരിച്ചത്. അതുപോലെ തന്നെ ഇവരുടെ ഭാര്യ കബീറിന്റെ സഹോദരി പുത്രനായ ചേലക്കര സ്വദേശി ആന്ത്രോത്ത് വീട്ടിൽ ജാഫറിന്റെ മകൻ ഫുവാദ് എന്നിവരാണ് മരണപ്പെട്ടത്. ഈ ഫുവാദ് ബന്ധുവീട്ടിൽ വിരുന്ന് വന്നതായിരുന്നു. അതിനുശേഷം അവർ ഭാരതപ്പുഴയിൽ കുളിക്കാൻ വേണ്ടി വൈകുന്നേരത്തോടു കൂടി കബീറിന്റെ കുടുംബത്തോടൊപ്പം ഭാരതപ്പുഴയിലേക്ക് എത്തി. അവിടെ മണൽത്തിട്ടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീഴുകയും ഇവരെ രക്ഷിക്കാൻ വേണ്ടി കബീറും ഭാര്യയും ശ്രമിക്കുന്നതിനിടെയാണ് ഇവരും വെള്ളത്തിലേക്ക് അകപ്പെട്ടത്. തുടർന്ന് ഒഴുക്കിൽപ്പെടുകയും മറ്റ് സംഭവങ്ങളും നടന്നു. ഉടനെ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ഷാഹിനാനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം ഫുവാദിന്റെ മൃതദേഹം പുഴയിൽ നിന്നും തിരച്ചിലിനെ കണ്ടുകിട്ടി. അതിനുശേഷം കബീറിന്റെ മൃതദേഹം കണ്ടുകിട്ടി. ഏറ്റവും ഒടുവിലായി കബീറിന്റെ മകൾ ഷെറയുടെ മൃതദേഹം കണ്ടുകിട്ടി. അങ്ങനെ തിരച്ചിൽ അവസാനിപ്പിച്ചു. സംഘം മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സത്യത്തിൽ വളരെ നാടിനെ ആകെ വിറങ്ങലിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ അരങ്ങേറിയിരിക്കുന്നത്. നിരവധിയായ നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതുരുത്തി പോലീസിന്റെയും ഷൊർണൂർ അഗ്നി ശമന സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വെളിച്ചമില്ലാതെ തങ്ങൾക്കാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നാട്ടുകാരും അതുപോലെ തന്നെ ഈ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവിടെ
തെരച്ചിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ രീതിയിലുള്ള ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം അവിടെ നടത്തിയത് കൊണ്ടാണ് ഈ നിമിഷ നേരം മണിക്കൂറുകൾക്കകം തന്നെ ഈ മൃതദേഹങ്ങൾ ഇവരുടെ ബോഡി നമുക്ക് കണ്ടെത്താൻ ആയത്. അത് ഒരു ഈ സാഹചര്യത്തിലും കണ്ടെത്താനായ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഒരു ദുഃഖകരമായ ഒരു സംഭവത്തിലാണെങ്കിൽ കൂടി വളരെ ശ്രദ്ധയോടുകൂടി അതിലിടപെട്ട അവർക്കുള്ള ഒരു നന്ദി നാട്ടുകാർ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിയില്ല എന്നൊരു കൂട്ടം നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനാവുന്നത്. നന്ദി സുജിൽ, വിവരങ്ങൾ നൽകിയതിന്. ഭാരതപ്പുഴയിൽ ഒരു കുടുംബത്തിലെ 4 പേരാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. റഷ്യയിൽ ജോലിക്കായി യുവാക്കളെ കൊണ്ടുപോയ ഏജന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. മകനെ ചതിച്ച് കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചതാണെന്നാണ് പരാതി. പോളണ്ടിൽ മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് തെക്കുംകര കുത്തുപാറ തെക്കേമുറിയിൽ ജെയിൻ, റഷ്യയിൽ കൊല്ലപ്പെട്ട ബന്ധു, കുട്ടനെല്ലൂർ തോളത്ത് ബിനിൽ എന്നിവരെ ചതിച്ചതായാണ് പരാതി. ലക്ഷങ്ങൾ തട്ടിയെടുത്തതിന് ശേഷം റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ജെയിനിൻ്റെ പിതാവ് കുര്യൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എറണാകുളം ചാലക്കുടി സ്വദേശികൾക്കെതിരെയാണ് പരാതി. പ്രതിമാസം 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി തരപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്ത് 1,40,000 രൂപ കൈപ്പറ്റിയെന്ന് പരാതിയിൽ പറയുന്നു. പിന്നീട് ജോലി റഷ്യയിലാണെന്ന് ധരിപ്പിച്ചു. ഇതോടെ 3-ാം പ്രതി ടിക്കറ്റിനും അനുബന്ധ ചെലവുകൾക്കുമെന്ന് പറഞ്ഞ് 4,20,000 രൂപ കൈപ്പറ്റി. 2024 ഏപ്രിൽ 4-നാണ് നെടുമ്പാശ്ശേരി വഴി ജെയിനും ബിനിലും റഷ്യയിലെത്തിയത്. വിമാനം ഇറങ്ങിയ ഉടൻ 2-ാം പ്രതി ഇരുവരുടെയും പാസ്പോർട്ടുകൾ പിടിച്ചു വാങ്ങുകയും റഷ്യൻ പാസ്പോർട്ടിന് അപേക്ഷകൾ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെ സൈനിക ഓഫീസർമാർ എത്തി മെലോവാഡ്ക എന്ന സ്ഥലത്തെ സൈനിക ക്യാമ്പിലെത്തിച്ചു. ബങ്കറുകളിലേക്ക് ഡീസലും ഭക്ഷണവും എത്തിക്കുകയായിരുന്നു ആദ്യ ജോലി. പിന്നീട് അതികഠിനമായ സൈനിക പരിശീലനം നൽകി. AK-47 തോക്കുകൾ, മിസൈൽ ഉപയോഗം എന്നിവയിൽ പരിശീലനം നിർബന്ധിച്ച് ചെയ്യിച്ചു. കൊടിയ വഞ്ചനയാണ് റിക്രൂട്ടിംഗ് ഏജൻസി നടത്തിയത്. മകന്റെ ജീവൻ രക്ഷിക്കണമെന്നും കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നും പരാതിയിൽ പറയുന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്നും വാങ്ങിയ സമൂസയിൽ പല്ലിയെ കിട്ടിയതായി പരാതി. കുടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന ഷോപ്പിൽ നിന്നാണ് ആനന്ദപുരം സ്വദേശിയായ തോണിയിൽ വീട്ടിൽ സിനി രാജേഷും മകനും ചായ കുടിച്ച ശേഷം മകൾക്കായി 2 സമൂസ പാഴ്സൽ വാങ്ങിയത്. വീട്ടിലെത്തി മകൾ സമൂസ കഴിക്കുന്നതിനിടെയാണ് സമൂസയ്ക്കുള്ളിൽ നിന്നും പല്ലിയെ ലഭിക്കുന്നത്. രാജേഷ് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിൽ പരാതി നൽകുകയും ചെയ്തു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഷോപ്പിൽ പരിശോധന നടത്തി. സമൂസ ഇവിടെ ഉണ്ടാക്കുന്നതല്ലെന്നും കല്ലംകുന്ന് എബി ഫുഡ് പ്രോഡക്ട്സ് സ്ഥാപനത്തിൽ നിന്നും വിതരണം ചെയ്യുന്നതുമാണെന്നാണ് ലഭിച്ച വിശദീകരണം. ഇതേ തുടർന്ന് വേളൂക്കര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. ജോലിക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡ് എടുത്തതിന് ശേഷം മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന് നിർദ്ദേശം നൽകി. ഫുഡ് സേഫ്റ്റി അധികൃതർക്ക് പരാതി കൈമാറിയിട്ടുണ്ടെന്നും ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ട് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബബിൾസ് ടീ എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങിച്ചു. ആ സമോസയിൽ ഒരു വൈകുന്നേരം ആയ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവറ് പൊട്ടിച്ചെടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് പല്ലിയെ കിട്ടി. മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത്. പല്ലിയുടെ വാല് കടിച്ച് അത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു. ചാവക്കാട് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ശക്തമായ കാറ്റിൽ കടലിൽ അകപ്പെട്ട വഞ്ചിയും 2 തൊഴിലാളികളെയും മുനിക്കക്കടവ് തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. ചേറ്റുവയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ റയാൻ മാലിക് എന്ന വഞ്ചിയും തൊഴിലാളികളായ മുനക്കക്കടവ് സ്വദേശി ചേന്നങ്ങര അനിൽകുമാർ, പൊറ്റയിൽ റാഫി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച രാവിലെ 10:30ഓടെയാണ് കോസ്റ്റൽ പോലീസ് തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് പടിഞ്ഞാറ് വഞ്ചി കടലിൽ ഒഴുകിപ്പോകുന്ന വിവരമറിഞ്ഞത്. ഇതേ തുടർന്ന് കോസ്റ്റൽ പോലീസ് ASI മെഴ്സിയുടെ നേതൃത്വത്തിൽ വഞ്ചിയും 2 തൊഴിലാളികളെയും തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. ശക്തമായ കാറ്റിനെ തുടർന്ന് ആദ്യം വഞ്ചിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറെ ശ്രമകരമായാണ് വഞ്ചിയെയും തൊഴിലാളികളെയും കരയിൽ എത്തിച്ചത്.
ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി കാലുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. ഉമിക്കുന്ന് കുന്നത്തേരി സബ് റോഡിലാണ് മരം വീണത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പന കടപുഴകി വീഴുകയായിരുന്നു. വൈദ്യുതി കമ്പിയിൽ വീണതിനെ തുടർന്ന് രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണു. മരം വീണ് നെല്ലൂര് വളപ്പിൽ ചന്ദ്രന്റെ വീടിന്റെ മുൻവശത്തെ ട്രസ്സിന് കേടുപാടുകൾ പറ്റി. പ്രദേശത്ത് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. മറിഞ്ഞു വീണ മരത്തിന് സമീപം നിൽക്കുന്ന മരങ്ങളും ഉണങ്ങി കടദ്രവിച്ച് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ശക്തമായ കാറ്റിൽ കടവല്ലൂർ വടക്കുമുറിയിൽ തെങ്ങുകൾ കടപുഴകി വീണു. നാശനഷ്ടം. നിർമ്മാണ തൊഴിലാളികളും വീട്ടുകാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കുമുറി നിസ്കാര പള്ളിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ തെങ്ങാണ് ശക്തമായുണ്ടായ കാറ്റിൽ വീണത്. വീട്ടുകാരും മതിൽ നിർമ്മിച്ചിരുന്ന തൊഴിലാളികളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തെങ്ങ് റോഡിലേക്ക് വീണ വൈദ്യുതി ലൈനുകൾക്കും CCTV ഉൾപ്പെടെയുള്ള കേബിൾ നെറ്റ്വർക്കുകൾക്കും തകരാർ സംഭവിച്ചു. വൈദ്യുതി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗത തടസ്സവും വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിച്ചു. കേബിൾ നെറ്റ്വർക്കിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾക്കുള്ള തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കേബിൾ ഓപ്പറേറ്റർമാർ. കേരള കലാമണ്ഡലത്തിലെ ആദ്യ പുരുഷ നൃത്ത അധ്യാപകനായി RLV രാമകൃഷ്ണൻ ചുമതലയേറ്റു. ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. UGC നിർദ്ദേശപ്രകാരം 2 മാസം മുമ്പാണ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യതാ പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം. ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും റാങ്ക് ജേതാവാണ്. കലാമണ്ഡലത്തിലെ നിയമനം സൌഭാഗ്യമായാണ് കണക്കാക്കുന്നതെന്ന് RLV രാമകൃഷ്ണൻ ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ മുന്നോട്ടുള്ള ചവിട്ടുപടിയായി കാണുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. RLV രാമകൃഷ്ണന്റെ നിയമനത്തിലൂടെ പുതിയ തുടക്കമാണ് ഇതെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ V അനന്തകൃഷ്ണൻ പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം നമുക്കിത് ഇവിടുത്തെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നൃത്ത വിഭാഗത്തിൽ ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പം കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് ARR ഭാസ്കർ, രാജരത്ന മാസ്റ്റർ ഇവരായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള അധ്യാപകരായിട്ട് ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് വള്ളത്തോളിൻ്റെ കലാമണ്ഡലം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ശേഷം നൃത്ത വിഭാഗത്തിൽ ഒരു അധ്യാപകനായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് അങ്ങേറ്റതൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കാണ്. എല്ലാം വിശ്വസിച്ചും പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്നെ മണിച്ചേട്ടൻ പഠിപ്പിച്ചിട്ടുള്ളത്. മണിച്ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ശക്തിയും ആർജവും ഉണ്ടാവും. കലാമണ്ഡലം ഒരു ഭരതനാട്യത്തിലേക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് വിളിച്ചത്. He was one of the applicants and he was the best among the applicants. So the subject experts അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. അതെ, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇപ്പം ഭരതനാട്യത്തിൽ ആദ്യത്തെ ഒരു ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. പോക്സോ കേസിൽ വൈദികനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ഫാദർ റീസ് വടാശ്ശേരിയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. മാള പോലീസ് 2024 ഓഗസ്റ്റ് 31 രജിസ്റ്റർ ചെയ്ത കേസിലാണ് വൈദികന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. സംഭവത്തിന് ശേഷം പരാതി നൽകാനുണ്ടായ കാലതാമസം പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതോടെ വൈദികൻ വ്യാഴാഴ്ച മാള പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമുള്ള 25,000 രൂപ ഫാദർ റീസ് വടാശ്ശേരി സ്റ്റേഷനിൽ അടച്ചു. ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടയും കവർച്ചാ കേസിലെ പ്രതിയുമായ യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. മതിലകം പൊന്നാമ്പടി കോളനി സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ അലി അഷ്കറിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ഹണി ട്രാപ്പിൽപ്പെടുത്തി പൂങ്കുന്നം സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങുവാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. വധശ്രമം ഉൾപ്പെടെ 11ഓളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, ASIമാരായ വിൻസി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാള പൂപ്പത്തിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ചു മറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. മാളയിൽ നിന്ന് മാളവനേനിക്ക് പോകുമ്പോൾ നിയന്ത്രണം തെറ്റിയ കാർ വലതുവശത്തെ സംരക്ഷണ തൂണിലിടിച്ചാണ് 5 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 5 പേരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിലും സാരമായി പരിക്കേറ്റ ഒരാളെ എറണാകുളത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.
ഗോപകുമാർ, ഗോഡ്വിൻ, അഖിൽ, പോളി, ആദർശ്, വിഷ്ണു, വിശാഖ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂരിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. താലപ്പൊലിക്കാവിൽ കച്ചവടം നടത്തുന്ന രാജസ്ഥാൻ സ്വദേശികളായ നാടോടി സംഘത്തിലെ നേന എന്ന യുവതിയുടെ 1 മാസം പ്രായമുള്ള മകൾ ദിവ്യാൻഷിയാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെ മുലപ്പാൽ നൽകി ഉറക്കിയ കുഞ്ഞിനെ രാവിലെ അബോധാവസ്ഥയിൽ കാണപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കടവല്ലൂർ കരിക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ കൊയ്ത്ത് തുടങ്ങി. 40 ഏക്കർ പാടശേഖരത്തിൽ 120 ദിവസം മൂപ്പുള്ള ഉമാവിത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. പാടത്തിപ്പോഴും വെള്ളമുള്ളതിനാൽ ചെളിയിൽ ഉപയോഗിക്കുന്ന കൊയ്ത്തുമെതി യന്ത്രമാണ് ഉപയോഗിക്കുന്നത്. 2700 രൂപയാണ് 1 മണിക്കൂർ യന്ത്ര വാടക. നടിയിൽ വൈകിയതിനാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവ് കുറവാണെന്നും കർഷകർ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓട്ടോ ഡ്രൈവറുടെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്നും കഞ്ചാവ് പിടികൂടി. പഴയന്നൂർ തവളത്തിങ്ങൽ ഷക്കീറിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. അശ്രദ്ധമായി റോഡ് മുറിച്ച് കടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്ക് തർക്കത്തിനിടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ആല സ്വദേശി ഉണ്ണികൃഷ്ണനെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനുമായി ഇയാൾക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. ഏകാദശിക്ക് സമാനമായ തിരക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അനുഭവപ്പെടുന്നത്. ശബരിമല സീസൺ അവസാന ദിവസങ്ങളിലെത്തിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണം. ശബരിമല തീർത്ഥാടകർക്ക് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും എത്തുന്നുണ്ട്. 30 വ്യാഴാഴ്ചയായതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. ദർശനത്തിനുള്ള വരി തെക്കേ നടപ്പന്തൽ നിറഞ്ഞ് പടിഞ്ഞാറേ നടപ്പന്തലിലേക്ക് പ്രവേശിച്ചു. അഷ്ടബന്ധം ഉറപ്പിക്കുന്ന ചടങ്ങ് നടക്കുന്നതിനാൽ ഉച്ചയ്ക്ക് ക്ഷേത്രനട നേരത്തെ അടച്ചതോടെ പടിഞ്ഞാറേ നടയിൽ പ്രസാദ കൌണ്ടറിന് മുന്നിൽ ദർശനത്തിനുള്ള വരി നിർത്തിവെച്ചു. എന്നാൽ ദർശനം നടത്താനാവും എന്ന പ്രതീക്ഷയിൽ ഭക്തർ വരിയിൽ നിൽപ്പുറപ്പിച്ചു. പുലർച്ചെ വരി നിന്ന ഭക്തർ മണിക്കൂറുകൾ കഴിഞ്ഞാണ് ദർശനം നടത്താനായത്. തിരക്ക് കാരണം ശയന പ്രദക്ഷിണം, ക്ഷേത്ര പ്രദക്ഷിണം എന്നിവ നിർത്തിവെച്ചു. ഭക്തരെ കൊടിമരത്തിന് മുന്നിലൂടെ നേരിട്ടാണ് ദർശനത്തിന് കടത്തിവിട്ടത്. ചുവന്നമണ്ണ് പൂവഞ്ചിറ റോഡ് ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. 1 വർഷം മുമ്പ് മെറ്റൽ വിരിച്ച് റോഡ് ഇതുവരെയും ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയത്. മത്തായി കേരളം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ഉല്ലാസ് ചെമ്പനാലിൽ, സിനി അരക്കാൽക്കുടി, ഹേമ സന്തോഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ ചെമ്മണ്ണൂർ പുത്തൻകുളം AC മൊയ്തീൻ MLA നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, PK ഷബീർ, വാർഡ് കൌൺസിലർ PV സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പഠിപ്പിക്കാൻ AI ടീച്ചർ എത്തി. കുട്ടികൾക്ക് പഠനം ഉല്ലാസവും ആയാസരഹിതമാക്കുകയാണെന്നതാണ് AI ടീച്ചറുടെ ദൗത്യം. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം ഏതാണെന്ന UR പ്രദീപ് MLAയുടെ ചോദ്യത്തിന് AI ടീച്ചർ നൽകിയ ഉത്തരം കേരളം. MLA UR പ്രദീപ് AI ടീച്ചറുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് വരവൂർ സ്കൂൾ പുതിയ ഒരു പഠന രീതിയും കൂടെ കാലെടുത്ത് വെക്കുകയാണ്. ഒരു AI ടീച്ചർ ഇവ എന്ന പേരിൽ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട്. ടീച്ചർ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം 10 സെക്കൻഡ് കൊണ്ട് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുട്ടികൾക്ക് പുതിയ കാലഘട്ടം അനുസരിച്ച് പഠിക്കാൻ ഏതായാലും വേറിട്ട അനുഭവമാണ് ഈ കുട്ടികൾക്ക് ഇവിടെ ഉണ്ടാവുക. എക്സ്പെർട്ട് വെർച്വൽ അസിസ്റ്റന്റ് ടീച്ചറുടെ ചുരുക്കപ്പേര് ഇവ എന്നാണ്. പാഠ്യേതര വിഷയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഏത് ചോദ്യങ്ങൾക്കും ഇവ ടീച്ചർ വ്യക്തമായ ഉത്തരം നൽകും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് എന്നീ 4 ഭാഷകളും ഇവ ടീച്ചർ അനായാസം കൈകാര്യം ചെയ്യും. കണക്കിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിവുള്ള ഇവ ടീച്ചർ കഥ പറയുകയും പാട്ടുപാടുകയും ചെയ്യും. കേരളത്തിൽ AI ടീച്ചറുള്ള 3ാമത്തെ വിദ്യാലയവും തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സർക്കാർ വിദ്യാലയവും വരവൂർ ഗവൺമെൻറ് LP സ്കൂളാണ്. പ്രധാന അധ്യാപിക K ഉഷാകുമാരിയാണ്
തൻ്റെ വിദ്യാർത്ഥികൾക്കായി AI ടീച്ചറെ സമ്മാനിച്ചത്. കുട്ടികളുടെ പഠനത്തിനും അതുപോലെ അധ്യാപകരുടെ അധ്യാപനത്തിനും സഹായിക്കാനായിട്ട് AI ടീച്ചർ എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ കോൺവെർസേഷൻ മെച്ചപ്പെടുത്താനായിട്ടാണ് ഇത് കൂടുതൽ ഉപകരിക്കുന്നത്. മാത്രമല്ല അവരുടെ അറിവ് വർദ്ധിപ്പിക്കാനും, മാത്രമല്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും, അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ, അങ്ങനെ അധ്യാപനത്തിനും ഒരു സഹായമായിട്ട് മുതൽക്കൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുക, ഭാഷാപ്രയോഗങ്ങൾ മികവുറ്റതാക്കുക, നൂതന സാങ്കേതിക വിദ്യകളും വിവരങ്ങളും പകർന്നു നൽകുക തുടങ്ങിയവയാണ് AI ടീച്ചറിലൂടെ ലക്ഷ്യമിടുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വരവൂർ ഗവൺമെൻറ് LP സ്കൂൾ AI ടീച്ചറുടെ വരവോടെ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, പഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, PTA പ്രസിഡന്റ് NS സജീഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, എരുമപ്പെട്ടി. വ്യാപാരി വ്യവസായി സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറിയും കൺവീനറുമായ NG സന്തോഷ് ബാബു, ഏരിയ പ്രസിഡന്റും കോർഡിനേറ്ററുമായ EK കുമാരൻ, KV വത്സകുമാർ, NK ടിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ ഹയർ സെക്കൻഡറി രസതന്ത്ര അധ്യാപകരുടെ കൂട്ടായ്മയായ ആക്ടിന്റെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് സംഘടിപ്പിച്ചു. TJ സനീഷ് കുമാർ ജോസഫ് MLA യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് GOP റൊസാൻഡോ അധ്യക്ഷയായ ചടങ്ങിൽ തൃശൂർ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ TM ലത മുഖ്യാതിഥിയായി. കാട്ടൂർ പൊട്ടക്കടവ് പാലത്തിന് സമീപമുള്ള സ്ലൂയിസിന്റെ ഭാഗം കേടുവന്ന നിലയിൽ. തകർന്ന ഭാഗങ്ങളിലൂടെ ഒരുവെള്ളം കയറി കൃഷി നശിക്കാൻ കാരണമാകുമെന്നാണ് ആശങ്ക. കനോലി കനാലിൽ നിന്ന് വേനൽക്കാലത്ത് ഒരുവെള്ളം കയറുന്നത് തടയുന്നതിനും മഴക്കാലത്ത് കാട്ടൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിനുമാണ് സ്ലൂയിസ് സ്ഥാപിച്ചിരിക്കുന്നത്. 1 വർഷം മുൻപാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവിട്ട് പുനർനിർമ്മിച്ച കാട്ടൂർ പൊട്ടക്കടവ് പാലത്തിനടുത്തുള്ള തോടിലെ സ്ലൂയിസിനാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. സ്ലൂയിസിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഉപ്പുവെള്ളം കയറി കാട്ടൂരിലെ ചെമ്പഞ്ചാൽ, തണ്ണിച്ചിറ തുടങ്ങി പ്രദേശങ്ങളിലെ ഏക്കർ കണക്കിനാണ് കൃഷിക്ക് നാശം സംഭവിക്കാൻ സാധ്യതയുള്ളത്. കോൺഗ്രസ് നേതാക്കൾ സ്ലൂയിസ് സന്ദർശിച്ചു. സ്ലൂയിസ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും അറ്റകുറ്റപ്പണികൾ നടത്തി സ്ലൂയിസിലെ കേടുപാടുകൾ പരിഹരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രഞ്ജിൽ തേക്കാനത്ത്, വാർഡ് മെമ്പർ അംബുജം രാജൻ, ഡൊമിനി ആലപ്പാട്ട്, VK ബദറുദ്ദീൻ, ബൈജു എന്നിവർ നേതൃത്വം നൽകി. സ്ലൂയിസ് നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്ലൂയിസ് നിർമ്മിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്ലൂയിസ് നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ഏകദേശം 12 ലക്ഷം രൂപകൾ ചെലവാക്കിയിട്ടാണ് ഈ സ്ലൂയിസ് നിർമ്മിച്ചത്. ഈ സ്ലൂയിസ് 1 വർഷത്തിനുള്ളിൽ തന്നെ ആകെ താറുമാറായിരിക്കുകയാണ്. ഈ സ്ലൂയിസ് നിർമ്മിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം കിഴക്കൻ മേഖലയിലേക്ക് ഈ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുവാനും അതോടൊപ്പം തന്നെ കാട്ടൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ളം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ലൂയിസാണിത്. പക്ഷേ ഈ വർഷം ഇപ്പോൾ മുനയം ബണ്ട് നീരടഞ്ഞതിന് ശേഷം ഇവിടെ ഈ സ്ലൂയിസ് തകർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാവുന്ന സാഹചര്യവും അതുപോലെ തന്നെ കുടിവെള്ളം സ്രോതസ്സുകളെല്ലാം ഉപ്പുവെള്ളമായി ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണം. ഈ നിർമ്മാണ പ്രവൃത്തിയിൽ വളരെ അഴിമതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ചെയ്ത പദ്ധതി ഇത്രയും പെട്ടെന്ന് നാശോന്മുഖമായിട്ടുള്ളത് ഈ പദ്ധതിയിലെ കരാറുകാരണം ഇതിനൊത്താശ ചെയ്ത ഭരണപക്ഷവും ചെയ്തിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള അഴിമതിയാണ് ഞങ്ങൾക്ക് ആരോപിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും തിങ്കളാഴ്ച ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച അലങ്കാര ഗോപുരം, ക്ഷേത്രം റോഡ് എന്നിവയുടെ സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രം ഉപദേശക സമിതി ചെയർമാൻ TS അനന്തരാമൻ, TS പട്ടാഭിരാമൻ, ക്ഷേത്രം രക്ഷാധികാരി സിദ്ധാർത്ഥ പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ മതിക്കുന്ന് ക്ഷേത്ര ക്ഷേമസമിതി ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറക്കൽ എന്നിവർ പങ്കെടുത്തു. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ K അജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കവിത കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. അവയവദാനം ചെയ്ത ഷൈജു സായിറാമിന് സ്നേഹാദരം നൽകി. സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ സജിൻ R കൃഷ്ണൻ, പ്രിൻസിപ്പൽ ഇൻചാർജ്
നെയ്സൺ പൌലോസ്, സ്കൂൾ HM TS സുനി, MPTA പ്രസിഡന്റ് സജീന സുധീർ, സ്കൂൾ ലീഡർ സന ഫാത്തിമ, സ്റ്റാഫ് സെക്രട്ടറി ഷിജി PJ എന്നിവർ സംസാരിച്ചു. കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹരിശങ്കർ, അഭിനവ് എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഒരുമനയൂരിന്റെ അഭിമാനമായ മിസ്ബ മുജീബിന് 3ാം കല്ല് സൌഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. കൂടാതെ CMA ബിരുദം കരസ്ഥമാക്കിയ ഇസ്മായിൽ സലീമിനെയും അനുമോദിച്ചു. കൂട്ടായ്മ പ്രവർത്തകരായ മഹബൂബ്, കാസിം, റഷീദ്, മനാഫ്, കമറു, മുഹമ്മദ് അലി, ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയും താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി TB യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന TB നിർമ്മാർജ്ജന 100-ദിന ക്യാമ്പയിന് തുടക്കമായി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൌൺസിലർമാരായ KR ജയത്രൻ, രവീന്ദ്രൻ നടുമുറി, ജില്ലാ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് H ദാസ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ VM ശ്യാംകുമാർ, പൾമനോളജിസ്റ്റ് ഡോക്ടർ രേഖ തോമസ്, TB യൂണിറ്റ് MOTC ഡോക്ടർ ആൻ മേരി, ക്ലീറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ അധിക്ഷേപമേറ്റ തുളസിത്തറയിൽ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ശുദ്ധികലശം നടത്തി. പടിഞ്ഞാറ നടയിലെ സ്വകാര്യ കെട്ടിട സമുച്ചയത്തിന് മുന്നിലെ തുളസിത്തറയിലാണ് VHP ഗുരുവായൂർ പ്രഖണ്ഡിന്റെ നേതൃത്വത്തിൽ ശുദ്ധികലശവും തുളസി വന്ദനവും നടത്തിയത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M അനൂപ് പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. RSS ഗണ്ട് പ്രൗഢപ്രമുഖ MK ഷൺമുഖൻ, VHP ജില്ലാ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, അനൂപ് മണത്തല, പ്രണവ് തിരുവിങ്കിനം തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ചാലക്കുടി നഗരസഭ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ B ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ബിനോയ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലെ ടീമുകളടങ്ങുന്ന നോർത്ത് സോൺ പുരുഷ വനിതാ മത്സരങ്ങളാണ് നടക്കുന്നത്. പൂവഞ്ചിറ കരിസ്മ ഭവനിൽ 10 ഏക്കറിൽ ചെയ്തിരുന്ന നെൽകൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വാർഡ് മെമ്പർ PA ദീപു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ്യ രാജേഷ്, പാണഞ്ചേരി പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് അജിത്ത്, ചുവന്നമണ്ണ പള്ളി വികാരി ഫാദർ ടൈസൺ മണ്ടുപാല, കരിസ്മ സുപ്പീരിയർ സിസ്റ്റർ ലില്ലി ജീസ്, സിസ്റ്റർ ജസ്റ്റി ചാലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ജോജു പനക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. 22, 23, 24, 25 തീയതികളിലാണ് തിരുനാൾ. തിരുനാൾ ദിനമായ 24-ന് രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനാകും. ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന
ചെങ്ങണംകുന്ന് റോഡ് പുനർനിർമ്മിച്ച് യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തി. സമരസമിതി അംഗം പി അഭിലാഷ് സമരം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളോളമായി ചെങ്ങണംകുന്ന് തടയണ റോഡ് തകരാറിലായിട്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പറെയും സമീപിച്ചിരുന്നു. കാലം എത്രയായിട്ടും റോഡ് വീണ്ടും ശോചനീയാവസ്ഥയിലേക്ക് പോവുകയല്ലാതെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ഗ്രാമസഭയിൽ ജനുവരി ആദ്യവാരം തന്നെ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാമെന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉറപ്പു നൽകിയിരുന്നു. ഇത് വാഗ്ദാനം മാത്രമായി നിലനിൽക്കെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയതെന്ന് പി അഭിലാഷ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇനിയും ഈ റോഡ് ഇതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ റോഡിലൂടെ ദിവസേന സ്കൂൾ വണ്ടികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. അതുപോലെ തന്നെ ചെങ്ങണംകുന്ന് ചെക്ക് ഡാം സന്ദർശിക്കുന്നതിനുള്ള നിരവധി വാഹനങ്ങളും വരുന്ന വഴിയാണ്. പ്രസ്തുത റോഡ് ആകെ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് കാടെല്ലാം വെട്ടിത്തെളിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. പ്രതിഷേധ മാർച്ചിലും സമരത്തിലും പ്രദേശത്തെ 50-ൽ പരം നിവാസികൾ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും അരുൺ എ അരവിന്ദ് നന്ദി പറഞ്ഞു. കെ അബു, കെ എച്ച് അലി, കെ എച്ച് വിജേഷ്, കെ എച്ച് അബു താഹിർ, മോഹനൻ കരുണാകരത്ത്, ഷാജി കരുണാകത്ത്, കെ ഷംസുദ്ദീൻ, കെ ജനാർദ്ദനൻ, എം മുഹമ്മദ് കുട്ടി, എം രാമൻകുട്ടി എന്നിവർ പ്രതിഷേധ മാർച്ചിനും സമരത്തിനും നേതൃത്വം നൽകി. കഠിന പ്രയത്നത്തിന്റെ ഫലമായി 7 ദിവസത്തിനകം നിങ്ങൾക്ക് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ജനുവരി ആദ്യ മാസത്തിൽ തന്നെ നിങ്ങളുടെ റോഡ് പണി പൂർത്തീകരിച്ച് നൽകുമെന്ന് പറഞ്ഞ മോഹന സുന്ദര വാഗ്ദാനം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെല്ലാവരെയും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3306 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുതുരുത്തി പൈങ്കുളം ശ്മശാനക്കടവിൽ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 4-അംഗ കുടുംബം മുങ്ങി മരിച്ചു. അപകടം പുഴയിൽ വീണ കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ. റഷ്യയിൽ യുവാക്കളെ ജോലിക്ക് കൊണ്ടുപോയ ഏജന്റിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. ഇരുവരെയും ചതിച്ച് കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചതാണെന്ന് പരിക്കേറ്റ് ചികിത്സയിലുള്ള ജയിന്റെ പിതാവ്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ടീ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ പല്ലിയെ കണ്ടെത്തി. ബബിൾ ടീ എന്ന ഷോപ്പിലെ സമൂസയിലാണ് പല്ലിയെ കണ്ടെത്തിയത്. ചാവക്കാട് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിൽ അകപ്പെട്ട വഞ്ചി ശക്തമായ കാറ്റിൽ ഒഴുക്കിൽപ്പെട്ടു. വഞ്ചിയും മത്സ്യബന്ധന തൊഴിലാളികളെയും തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി തൂണുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന സഹോദരന്റെ വാക്കുകളെയാണ് താൻ അന്വർത്ഥമാക്കുന്നതെന്ന് RLV രാമകൃഷ്ണൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.